ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ CPM വിട്ട് പാർട്ടിയിൽ ചേർന്ന എസ് രാജേന്ദ്രനെ ദേവികുളത്ത് സ്ഥാനാർത്ഥിയാക്കാൻ BJP-യിൽ നീക്കം. തോട്ടം തൊഴിലാളി വോട്ടുകൾ ഭൂരിഭാഗവും സമാഹരിക്കാൻ രാജേന്ദ്രന് കഴിയും എന്നാണ് BJP-യുടെ വിലയിരുത്തൽ. തോട്ടം തൊഴിലാളികളെ ലക്ഷ്യമിട്ട് എസ് രാജേന്ദ്രൻ നേതൃത്വത്തിൽ മൂന്നാറിൽ സഹകരണ ബാങ്കും ഉടൻ ആരംഭിക്കും. ഇടുക്കിയിൽ നിന്നും കൂടുതൽ പേരെ BJP-യിൽ എത്തിക്കാനും നീക്കം തുടരുന്നുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ രാജേന്ദ്രൻ BJP-യിലേക്ക് എത്തിയതിനു പിന്നാലെ BJP-യുടെ ഒരു സമ്മേളനം ഇടുക്കിയിൽ ആലോചിക്കുന്നുണ്ട്. BJP കൂടുതൽ നേതാക്കൾ CPM-ൽ നിന്നും CP-യിൽ നിന്നും വരുമെന്നുള്ള വിവരങ്ങളും. ഇപ്പോൾ രാജേന്ദ്രൻ BJP-യുടെ സ്ഥാനാർത്ഥിയാകുമെന്നത് ഉറപ്പിക്കുകയാണോ? സ്മൃതി, അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു CPM-ന്റെ മുതിർന്ന നേതാവും ദേവികുളം മുൻ MLA-യുമായ എസ് രാജേന്ദ്രൻ BJP-യിൽ അംഗത്വം സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ നിന്നുമാണ് അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് BJP-യുടെ ഭാഗമായി മാറുകയും ചെയ്തത്. ഇപ്പോൾ ഈ ദേവികുളത്ത് 3 തവണ MLA ആയി എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് എസ് രാജേന്ദ്രനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് BJP-യിലേക്ക് എസ് രാജേന്ദ്രനെ എത്തിക്കുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും തോട്ടം മേഖലയിൽ കാര്യമായ വേരോട്ടം എസ് രാജേന്ദ്രൻ ഉണ്ട് എന്ന നിഗമനത്തിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രൻ ആകുമെന്നും BJP കണക്ക് കൂട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJP സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടക്കുന്നത്. അതുകൂടാതെ അതിന്റെ മറ്റൊരു പടി എന്നോണം മൂന്നാറിൽ എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് ആരംഭിക്കാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് BJP മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൂടാതെ ഫെബ്രുവരി 8-ന് രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിൽ എത്തുന്നുണ്ട്. ഒരു പൊതുസമ്മേളനം വിളിച്ചുകൊണ്ട് കൂടുതൽ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും കൂടുതൽ ആളുകളെ BJP-യിൽ എത്തിക്കാനും നീക്കം നടക്കുന്നുണ്ട്. അപ്പോൾ രാജ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ എസ് രാജേന്ദ്രൻ കൂടി BJP സ്ഥാനാർത്ഥി ആയി വരികയാണെങ്കിൽ ത്രികോണ പോരാട്ടം നടക്കാനുള്ള സാധ്യതയും ദേവികുളത്ത് തെളിയുകയാണ്. സ്മൃതി. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.